ഇത് നമുക്ക് വയനാട്ടിലേക്ക് പോകാം. കാരണം 4-5 ദിവസമായിട്ട് വനം വകുപ്പിനെയും നാട്ടുകാരെയും ഒക്കെ തന്നെ ഒരു കടുവ ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്. കടുവയ്ക്ക് തിരച്ചു നടത്തുന്നുണ്ട്, പക്ഷേ രാവിലെ അവന്റെ റൊട്ടീൻ നടത്തുന്നുണ്ട്. ഓരോ ആടിനെ കൂടും വെച്ച് കാത്തിരിക്കുകയാണ് നമ്മൾ. അതായത് വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലാണ് അന്ന് ഇറങ്ങിയിട്ടുള്ള കടുവ. അതിനെ പിടികൂടാത്തതിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമായിരിക്കുകയാണ്. ഇന്ത്യാസാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നത്. ഇന്ത്യാസ, കടുവയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നു. നാട്ടുകാർ സഹികെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ പ്രതിഷേധ പ്രകടനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ വയനാട് പുൽപ്പള്ളിയിലെ ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മാർച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഇന്നേക്ക് ഈ കടുവ ജനുവരി 7-നാണ് ഈ വയനാട്ടിലെ പുൽപ്പള്ളി പഞ്ചായത്തിലെ അമരക്കുനി ഭാഗത്ത് എത്തുന്നത്. എന്നാൽ ഇന്നേക്ക് 10 ദിവസമാവുന്നു. ഈ 10 ദിവസമായിട്ടും DFOയുടെ ഭാഗത്തു നിന്നൊക്കെ വനപാലകരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നൊരു ഭീതി ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തിലെ പ്രത്യേകിച്ചും 2 തവണ കടുവ എത്തി ആടിനെ കൊന്ന അമരക്കുനിയിലെ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത്. ഇന്നലെ ഇതുവരെ 5ഓളം ആടുകളെയാണ് നഷ്ടപ്പെട്ടത്. ഇന്നലെ മിനിയാന്ന് രാത്രി 11:30 ഒരു ആടിനെ കടിച്ചു കൊന്നു പോയ ഭാഗത്ത് ഇന്നലെ തൂപ്രയില് ഇവിടെ ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ട് പ്രത്യേക കൂട് സ്ഥാപിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും കണ്ടാൽ മയക്കുവെടി വെച്ച് അതിനെ വീഴ്ത്തി പിടികൂടുക എന്നതാണ് വനപാലകർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇന്നലെ നടത്തിയ ശ്രമവും വിഫലമായി എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ റഡാർ സംവിധാനത്തിലുള്ള പരിശോധനകളെല്ലാം നടത്തി വരുന്നുണ്ട്. അത്തരത്തിൽ പരിശോധിച്ചപ്പോൾ ഇന്നലെ ഈ റഡാർ പരിധിയിൽ കടുവയില്ല എന്നാണ് വനപാലകർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഈ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എങ്ങോട്ടാണ് കടുവ നീങ്ങിയത്, കടുവ ഇവിടെ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ വനപാലകർക്ക് പോലും ഇപ്പോഴും ഒരു വ്യക്തതയില്ലാണല്ലോ പരിശോധന നടത്തുന്നത്. കാൽപ്പാടുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം, ആന ദൗത്യം പോലെയൊന്നും അല്ല. വലിയ വെല്ലുവിളിയാണ്, ചലഞ്ചുണ്ട് ഈ കടുവയെ നിരീക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ പരിധിയൊക്കെ വിട്ട് പോയി കഴിഞ്ഞ് കാണുമോ? കാരണം ആ കർണാടക അതിർത്തിയുമായി ചേർന്നും അല്ലെങ്കിൽ ബന്ദിപ്പൂർ ഇങ്ങനെ വനമേഖലയോട്ടൊക്കെയുള്ള ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അങ്ങനെയും സംശയിക്കാം. അതല്ല, ഇനി ഇതേ സർവൈലൻസിൽ തന്നെയാണോ? അങ്ങനെ എന്തെങ്കിലും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഉദ്യോഗസ്ഥർക്ക്? അതിൽ ഇന്ന് DFO വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, റഡാർ പരിധിയിൽ കടുവയില്ല. അതായത് ഇന്നലെ ഈ തൂപ്ര ഭാഗം 5ഓളം കൂടുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൂടുകൾ വെച്ചിടത്തും ഇവരുടെ റഡാർ പരിധിയിൽ കടുവയില്ല, കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിൽ DFO പറയുന്ന ഒരു കാര്യം. ജനുവരി 7-ന് ആദ്യമായിട്ട് ഒരു ആടിനെ ഈ കടുവ വന്ന് ഈ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അതിലാണ് 24ഓളം ക്യാമറകളെല്ലാം വെച്ചുകൊണ്ടാണ് അന്ന് പരിശോധന നടത്തിയത്. അതിലായിരുന്നു കടുവയുടെ കാൽപ്പാടുകളും കടുവയുണ്ട്, അത് 13 വയസ്സുള്ള ഒരു കർണാടക ലേബലിൽ വരുന്ന അവരുടെ ലിസ്റ്റിലുള്ള ഒരു കടുവയാണ് എന്നുള്ള കാര്യമൊക്കെ അന്നാണ് വ്യക്തമായി. കടുവ ഭീതി സൃഷ്ടിക്കുന്നു. ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്തുന്നു. അവിടെയും സംഘർഷം. ഒപ്പം കടുവയെ പിടികൂടാത്തതിന്റെ ആശങ്ക നാട്ടുകാർക്ക് തുടരുകയാണ്. നമുക്ക്